നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യോത്തര വേളയിൽ അബ്ദുള്ള ബാസിൽ നൽകിയ ഉത്തരത്തിന് ഒരു മതവിരോധി കൊടുത്ത റിപ്ലൈ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ആധുനിക കാലത്ത് യോജിച്ചതാണോ? ആധുനിക കാലത്തുള്ള യുദ്ധ നിയമം നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ട് 2024 യുദ്ധ നിയമം എന്താ? വേറൊരു രാജ്യത്തുള്ള പട്ടാളക്കാരനെ നമ്മൾ പിടിച്ചു, എന്ത് ചെയ്യാം? ഫോഴ്സ് ലേബർ ചെയ്യിപ്പിക്കാം. പണി കിട്ടും. എവിടുന്ന് പണി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ആ രാജ്യങ്ങളുടെ മേൽ പിന്നെ മറ്റൊരു അധികാര പദവിയിൽ ഒരാളും ഇല്ല. അതാണ് ലോകം എന്ന് പറയുന്നത് അനാർക്കിസത്തിലാണ് എന്ന് നമ്മൾ പറയാം. അനാർക്കിസത്തിലാണ് ലോകമുള്ളത്. അതിന്റെ മേലെ പിന്നെ ഒരു ഭരണാധികാരി ഇല്ല. അതുകൊണ്ട് പണി കിട്ടുക എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റൊന്ന്, ഇതൊക്കെ എവിടെ നോക്കിയിട്ടാണ് ഈ പറയുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഫോഴ്സ് ലേബർ പണിയെടുപ്പിക്കാമെന്നൊന്നും അല്ല ഇന്നത്തെ ആധുനിക ലോകത്തെ യുദ്ധ നിയമം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആധുനിക ജനീവ കൺവെൻഷനിൽ പറഞ്ഞ കാര്യമാണ്. ജനീവ കൺവെൻഷനിൽ കൃത്യമായി തന്നെ പറയുന്നു, ഒരു യുദ്ധബന്ദിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ യുദ്ധബന്ദിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം, ഫോഴ്സ്ഡായി തന്നെ ജോലി ചെയ്യിപ്പിക്കാം. ഇത് ബുദ്ധിയുള്ളൊരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധബന്ദികൾ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് വന്ന പുതിയാപ്പിളൊന്നും അല്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്യാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട സ്ഥിതിവിശേഷം വരും. ഇനി എന്തിന് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നു? ഇവരെ തീറ്റിപ്പോറ്റേണ്ടതുണ്ട്, അല്ലാതെ അവരെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അവരെ തീറ്റിപ്പോറ്റുമ്പോൾ അതാത് രാജ്യങ്ങളിലെ അധികാര പദവിയിലിരിക്കുന്ന ആളുകൾ ആണ് അതിനുള്ള ഫണ്ട് ചെലവഴിക്കുക. അത് സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കുന്നതിന് പകരം ഇവരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇത്തരം സ്ഥിതിവിശേഷം വരുമ്പോൾ പലപ്പോഴും ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ ഉന്നത അധികാര പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇവർക്ക് ജോലി നൽകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അത്രയും ജോലി കൊടുക്കാനില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾ, സ്വകാര്യ വ്യക്തികൾക്ക് അവരെ കൈമാറിക്കൊണ്ട് ആ പ്രൈവറ്റ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് അവർക്ക് ജോലി നൽകുന്നു. അതിനുശേഷം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പോകുന്നൊരു സിസ്റ്റമാണ് ഇന്ന് നിലവിലുള്ളത്. പ്രിസണേഴ്സ് ഓഫ് വാറിനെ ഫോഴ്സ്ഡ് ലേബറിന് ഉപയോഗിക്കാം എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ലേബറിന് ഉപയോഗിക്കാം, അത് തന്നെ അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിലുള്ള മൈൽഡായിട്ടുള്ള അവരുടെ ഒരു വെൽബീങ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ഐഡലായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പണികളിൽ ഏർപ്പെടാം എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ആ സാധനത്തിനെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ട് ഈ ഫോഴ്സ്ഡ് ലേബർ എന്ന വാക്കും ചേർത്ത് വെച്ചിട്ട് അതിനെ ഉപയോഗിക്കുന്നത്. ഇവിടെ മതവിരോധി പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നിപ്പോവും നമ്മുടെ വീട്ടിലേക്കൊക്കെ പുതിയാപ്പിളായിട്ട് വരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് യുദ്ധബന്ദികൾ എന്ന് തോന്നിപ്പോവും. യഥാർത്ഥത്തിൽ യുദ്ധബന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു കോട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: യുദ്ധബന്ദി എന്ന് പറയുന്നത് നിങ്ങളെ യുദ്ധ സമയത്ത് നിങ്ങളെ കൊല്ലാൻ വരികയും അതിൽ പരാജയപ്പെടുകയും അതിനുശേഷം പിടിക്കപ്പെട്ടപ്പോൾ എന്നെ കൊല്ലരുതേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതായത് യുദ്ധബന്ദി എന്ന് പറയുന്നത് നമ്മൾ യുദ്ധസമയത്താണ്, കാരണം യുദ്ധവേളയിലാണ് എങ്കിൽ അവരെ കൊന്നുകളയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പിടിക്കുമ്പോൾ പണ്ട് കാലത്ത് ചെയ്തിരുന്നതന്നെ കൊന്നുകളയലായിരുന്നു. കാരണം മറ്റൊരു ശത്രുപക്ഷത്തുള്ള ഒരാൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനൊരു പ്രശ്നക്കാരനാണ്, അവന് എപ്പോഴും ഒരു ഭീഷണിയാണ് എന്ന നിലക്കാണ് ആളുകൾ കാണുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ വലിയൊരു കളവാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഫോഴ്സ്ഡ് ആയിട്ട് ലേബർ ഇല്ല. എങ്ങനെയാണത് പറയാൻ കഴിയുക? ഫോഴ്സ്ഡ് അല്ലാതെ സ്വാഭാവികമായിട്ടും യുദ്ധബന്ദികളെല്ലാവരും പറഞ്ഞ ജോലി അപ്പം തന്നെ ചെയ്യുമെന്ന് ഉറപ്പില്ലല്ലോ. സ്വാഭാവികമായിട്ടും അവരെ നിർബന്ധിക്കേണ്ട സ്ഥിതിവിശേഷം വരും. അങ്ങനെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കാം എന്ന് ജനീവ കൺവെൻഷനിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇസ്ലാമിലെ നിയമങ്ങളും ജനീവ കൺവെൻഷനിലെ ഇവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ നിയമങ്ങളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായിട്ട് ഇവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ ആധുനിക ജനീവ കൺവെൻഷൻ പറയുന്നത് അവർക്കിടെ തൂക്കം കുറയുന്ന, അവരുടെ വെയിറ്റ് കുറയാതിരിക്കാനുള്ള ഭക്ഷണം അവർക്ക് നൽകണമെന്നാണ്. വസ്ത്രം എന്ന് പറയുന്നത് അവർക്ക് 1-2 ജോഡി വസ്ത്രം നൽകുകയും എന്നാൽ അധികം നൽകുന്നത് തിരിച്ചു വാങ്ങുകയും വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൈവറ്റ് എംപ്ലോയർ ആരാണോ അവർ
ഭക്ഷിക്കുന്ന അതേ നിലവാരത്തിലുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവർ ധരിക്കുന്ന അതേ ക്വാളിറ്റിയുള്ള വസ്ത്രം ഇവർക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ ആധുനിക ജനീവ കൺവെൻഷനിൽ അവരെ കൊണ്ട് ഫോഴ്സ്ഡ് ലേബർ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് ജോലി അധികമായാൽ അവരെ നിങ്ങൾ സഹായിക്കുക, ഈ പറഞ്ഞ പ്രൈവറ്റ് എംപ്ലോയർ സഹായിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാലോ ഇവിടെ കൃത്യമായി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ഒന്ന് വാക്കാൽ പോലും ജനീവ കൺവെൻഷനിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമാണ് ഈ വിഷയത്തിൽ മുൻകടന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊന്ന്, ഇസ്ലാം അടിമത്തത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു. ഉണ്ടയാണ്. ഒരു വഴി അടച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ വഴികളും പരമാവധി തുറന്നിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇസ്ലാം അടിമത്തത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു എന്ന് ബാസിൽ പറഞ്ഞത് 100% ശരിയാണ്. പലപ്പോഴും അടിമത്തത്തിലേക്ക് മനുഷ്യർ നയിക്കപ്പെട്ടിരുന്നത് കടം കൊടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷം ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റം കാരണത്താൽ, അല്ലെങ്കിൽ സ്വന്തം മക്കളെടുത്ത് വിൽക്കുക, അതേപോലെ ഒരു ശിക്ഷക്ക് ഒരു തെറ്റിന് ശിക്ഷയായിക്കൊണ്ട് അവതരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എല്ലാ പഴുതുകളും തന്നെ ഇസ്ലാം അടച്ചു. എന്നാൽ യുദ്ധബന്ദികൾ എന്ന് പറയുന്ന ഒരു മാർഗം മാത്രമേ ഇസ്ലാം അവശേഷിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹീൽ ബുഹാരി 2227 ഇതിൽ കൃത്യമായി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അള്ളാഹു പറയുന്നു, പുനരുത്ഥാന നാളിൽ ഞാൻ 3 ആൾക്കെതിരായിരിക്കും. അതിൽ ഒരു കൂട്ടരെന്ന് പറയുന്നത് സ്വതന്ത്രനായൊരു വ്യക്തിയെ പിടിക്കുകയും അടിമയായിക്കൊണ്ട് അവനെ വിറ്റ് ആ പണം ഭക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കെതിരെ അള്ളാഹു പുനരുത്ഥാന നാളിൽ നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൂടെ എല്ലാവിധ അടിമത്തത്തിലേക്കുള്ള പഴുതുകളും ഇസ്ലാം അടച്ചു. മാത്രമല്ല എത്രയോ തെറ്റുകൾക്ക് അത്തരത്തിലുള്ള ശിക്ഷകൾ അവതരിപ്പിച്ചിട്ടുള്ള ഇസ്ലാം ഒരു തെറ്റും ശിക്ഷയായിക്കൊണ്ട് അടിമത്തം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇനി മറ്റൊന്ന്, അള്ളാഹുവിനെ നിരോധിക്കാൻ പറ്റാതെ പോയാൽ അത് നിരോധിച്ചാൽ എന്തോ വലിയ കുഴപ്പമുണ്ടാവും എന്നൊക്കെ വിചാരിച്ച സംഗതി അബ്രഹാം ലിംഗം വന്ന് പുല്ല് പോലെ പുഷ്പം പോലെ അതിനെ നിരോധിച്ച് അങ്ങ് പോകപ്പോൾ അള്ളാഹു നിരോധിക്കാത്തത് ഈ ലോകത്തിലൊരാൾക്കും നിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അബ്രഹാം ലിങ്കൺ എന്നല്ല, ലോകത്തിലൊരാൾക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു കൃത്യമായി തന്നെ അടിമത്തത്തിലേക്കുള്ള എല്ലാ വഴികളും നിരോധിച്ചു എന്നുള്ളതാണ് സത്യം. അതിൽ യുദ്ധബന്ദികൾ മാത്രമാണ് പഴുതടക്കാത്ത രീതിയിൽ നിലനിൽക്കുന്നുള്ളൂ. ആ ഒരു യുദ്ധബന്ദികൾ എന്ന് പറയുന്നത് നിരോധിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല എന്നുള്ളതാണ് സത്യം. ഇനി എബ്രഹാം ലിങ്കനെ കുറിച്ച് പറഞ്ഞു. എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് നീഗ്രോകൾ പൂർണ്ണമായും പരിണമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഞാൻ കരുതുന്നില്ല കറുത്തവൻ വെളുത്തവന് തുല്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് വളരെ പച്ചയ്ക്ക് ലിങ്കൺ പറഞ്ഞു. എബ്രഹാം ലിങ്കൺ 1860-കളിൽ നടന്ന പ്രസിദ്ധമായിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ള ആ റേഡിയോ പ്രഭാഷണത്തിൽ പറഞ്ഞത്, കറുത്തവർ വെളുത്തവരോട് എത്താൻ ഇനിയും ഏറെ പുരോഗമിക്കേണ്ടതായിട്ടുണ്ട്. ആ കീഴ്ത്താടിയിൽ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ചുണ്ട് കുറച്ചുകൂടി നേർക്കാനുണ്ട്, ഒരല്പം 1-2 ടീസ്പൂൺ പരിണാമത്തിന്റെ വേലകൾ പൂർത്തിയാകാനുണ്ട് കറുത്തവനിൽ എന്ന് പറഞ്ഞ ആളാണ് എബ്രഹാം ലിങ്കൺ. ഇവിടെ പരിണാമപരമായിട്ട് മനുഷ്യർക്കിടയിൽ തന്നെ പല ആളുകളും പൂർണ്ണമായിട്ടും പരിണമിച്ചിട്ടില്ല, അവർ താഴ്ന്ന വിഭാഗമാണ് എന്ന് പറഞ്ഞ എബ്രഹാം ലിങ്കനെയാണ് ഇവിടെ അള്ളാഹു നിരോധിക്കാത്തത് നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മതവിരോധി അവതരിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോക ചരിത്രത്തിൽ റേസിസത്തിനും അടിമത്തത്തിനും എല്ലാം തന്നെ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ പരിണാമ സിദ്ധാന്തമാണ് എന്നുള്ളതാണ് സത്യം. പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വമുണ്ട് എന്നും അവര് ചില ആളുകൾ താഴ്ന്നവരാണ് എന്നും താഴ്ന്ന ആളുകൾ ഉയർന്ന ആളുകളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടവരാണെന്നും പറഞ്ഞിട്ടുള്ള ഫിലോസഫേഴ്സ് ഒട്ടനവധിയാണ്. ഹാം പ്രിൻസിപ്പിൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ജോൺ സ്റ്റോർട്ട് മില്ല് തന്നെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിലുള്ള ആളുകളെ, ഇന്ത്യക്കാരെ ഭരിക്കുക എന്ന് പറയുന്നത് ബെനവലന്റ് ഡെസ്പോട്ടിസം, അത്
ഇന്ത്യക്കാർക്ക് ഗുണകരമാണ് എന്നും ഇന്ത്യക്കാർ ബാർബേറിയൻസ് ആണ്, അപരിഷ്കൃതരാണ്, അതുകൊണ്ട് പരിഷ്കൃതരായ ബ്രിട്ടീഷുകാർ അവരെ ഭരിക്കുമ്പോൾ അത് അവർക്ക് നല്ലതാണ് എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളാണ്, നാസ്തികർ പൊക്കി പറയുന്ന ഇത്തരം ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ അടിമത്തത്തിനും റേസിസത്തിനൊക്കെ കാരണമായിട്ടുള്ളത്. സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത് പരിണാമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അതിൽ ചില ആളുകളെ കൊന്നുകളയണം എന്ന് വരെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് മക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സോഷ്യൽ ഡാർവിനിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത്രമാത്രം അപകടം പിടിച്ച ആശയങ്ങൾ പൊക്കിപ്പറഞ്ഞ് നടക്കുന്ന നാസ്തികരാണ് അടിമത്തത്തെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം.